Shamim, Big Boss winner Pearly. If that Pearly-neയാണ് മോൾക്ക് ഇഷ്ടമെങ്കിൽ then let it be. That's your wish and that's your favorite contestant. You are just amazing. Thank you. Alone feels good. എല്ലാവർക്കും നമസ്കാരം. പേളി മാണി ഒരു അഭിപ്രായം പറഞ്ഞതിനെ തുടർന്നിട്ട് ഏറിപ്പോയി. പിന്നെ മൂഞ്ചി തുപ്പി പെയ്ഡ് മണി എന്നൊക്കെ പുതിയ പേര് വീഴുന്നു. ആ ലെവലിൽ പോയി. പേളി മണിയുടെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ റീച്ച് കുറയുക അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോവുക, ഇതൊക്കെ എത്രത്തോളം വിഷമമുണ്ടെന്ന് എന്നെപ്പോലത്തെ ഒരു പാവം ചെറിയ പയ്യന് വരെ അറിയാം. കാരണം നിങ്ങൾ അത്രയും വലിയ ഫേമസ് ഒന്നും അല്ല, നിങ്ങൾ അത്രയും വലിയ ഫോളോവേഴ്സ് ഒന്നും നമുക്കില്ല. പക്ഷേ ആ ഒരു വിഷമം എനിക്ക് മനസ്സിലാവും. ഇവിടെ 10, 100, 50 ഫോളോവേഴ്സ് ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ തള്ളിപ്പോയില്ലേ മൂഞ്ചി എന്ന മൈൻഡിൽ നമ്മളിരിക്കും. ഓക്കെ, ഇപ്പം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇറങ്ങിപ്പോയ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോയുടെ വ്യൂസ് ഇല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൂഞ്ചിയ ഇനി ഞാൻ മൂഞ്ചിയ വ്യൂ ഇല്ല, ഒരു തേങ്ങയില്ല, തേഞ്ഞ്. ഇപ്പം 2 വീഡിയോ നമ്മൾ തുടർച്ചയായിട്ട് ഇടുമ്പോൾ 2 വ്യൂ ഇല്ല എങ്കിൽ നമ്മൾ തേഞ്ഞ്, അടുത്ത് 3ാമത്തേന് വ്യൂ വരുമ്പോഴായിരിക്കും ആശ്വാസം. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങുമ്പോൾ വ്യൂസ് ഇല്ലെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സൊക്കെ ഇറങ്ങിപ്പോയാലും നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു സൈക്കോളജിക്കൽ മൂവാണ് ഈ പറയുന്ന സാധനം. അതുകൊണ്ട് എത്രയൊക്കെ നമ്മൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോയാൽ പുല്ലാണ്, എനിക്ക് വ്യൂസ് ഇല്ലെങ്കിൽ തേങ്ങയാണ് എന്നൊക്കെ യാവൻ എത്രയൊക്കെ ഡയലോഗ് അടിച്ചാലും വ്യൂസ് ഇല്ലെങ്കിൽ ഉള്ളു പെടയും. അതെനിക്ക് നല്ലോണം അറിയാം. ഓക്കെ, അപ്പോൾ പേളി മാണി ഇപ്പോൾ എത്രയൊക്കെ വീഡിയോസ് ഇട്ടാലും ഏതൊക്കെ വീഡിയോസ് ഇട്ടാലും മില്യണും ലക്ഷക്കണക്കിന് വ്യൂഷിപ്പുള്ള പേളി മണിയുടെ വീഡിയോ ഡേ എഗോയൊക്കെ തന്നെ 83K ആ ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ഞാനൊരു വീഡിയോ ഒന്ന് കൊടുക്കാം, വീഡിയോയുടെ ടൈറ്റിൽ കൊടുക്കാം. ഐ വാസ് അലോൺ ബട്ട് ഐ സ്റ്റിൽ ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എവിടെ ഒക്കെ ടൂറൊക്കെ പോയിട്ട് ഇരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്, സോളോ ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യൂഷിപ്പൊക്കെ വന്നപ്പോൾ 83K ആയി. അത്രയ്ക്ക് അങ്ങോട്ട് കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂഷിപ്പ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് നല്ല ഇഷ്ടം ആൾക്കാർക്ക് പേളി ഉണ്ടായിരുന്നു. പക്ഷെ പേളിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ഒരു മൂവ് വന്നപ്പോൾ ആൾക്കാർ വെറുത്തു. ഇനി ഇഷ്ടപ്പെടുന്നവരുണ്ട്, വളരെ കുറവെന്ന് മാത്രം. അല്ലാണ്ട് മിക്ക ആൾക്കാരും വെറുത്തു പോയി. ആ ലെവലിലോട്ട് പേളി എത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ KK ഫാമിലി ഇവരൊക്കെ വെറുപ്പിയിൽ വാങ്ങിക്കൂട്ടി ഒരു മുക്കിൽ മാറിയിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അതുപോലത്തെ മറ്റൊരു യൂണിവേഴ്സിൽ എത്തിയിട്ടുണ്ട് ഈ പേളി, അവരുടെ ഗ്യാങ്ങിൽ കയറിയിട്ടുണ്ട്. കാരണം നല്ല സപ്പോർട്ട്, നല്ല ഫാൻ ബേസൊക്കെ ഉണ്ടായിരുന്നതിന് പേളിക്ക്. എന്ത് പറ്റി? ഒരു പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ, പിന്നെ നടന്ന ചരിത്രം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ആ 83K വ്യൂഷിപ്പുള്ള വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് ഒന്ന് വായിക്കാം. ഞാനിട്ട കമൻറ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പേളിജി നെഗറ്റീവ് കമൻറ്റ്സ് ഡിലീറ്റ് ആക്കുവാണല്ലോ, ബ്ലോക്ക് ആക്കിയത് എന്തിനാ ചേച്ചി, പ്ലീസ് ഡോണ്ട് ഡിലീറ്റ് നെഗറ്റീവ് കമൻറ്റ്സ്, എന്ത് തന്നെ ചെയ്തിട്ടും ഒരു മെന ആവുന്നില്ലല്ലോ മാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാലിടുന്നുണ്ട്. ഇപ്പോൾ പേളിയുടെ ചാനൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ലാസ്റ്റ് ഇട്ട വീഡിയോ 83K 1 ലക്ഷം പോലും അടിച്ചിട്ടില്ല. ഇനി മേ ബി അടിച്ചേക്കാം 1 ലക്ഷം. പക്ഷേ പേളിയെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു 3 ലക്ഷമാണ് വ്യൂഷിപ്പ്. ഓക്കെ, 2 ദിവസം മുന്നേ ഇട്ട ക്ലാരിഫിക്കേഷന് 12 ലക്ഷം വ്യൂ ഉണ്ട്. അതായിരിക്കും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വ്യൂഷിപ്പ് ആയിരിക്കാം. മേ ബി അങ്ങനെ ആവാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കാരണം അത് പിന്നെ ഒരു കോൺട്രോവേഴ്സി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫാൻ ബേസ് അല്ല, അതിൻ്റെ ഒരു ബേസിൽ ഒരു റീച്ച് കിട്ടിയതാണ്. അതിന് മുന്നേ ഉള്ളതിനൊക്കെ കണ്ട നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ട്രാവൽ അലോൺ വോസ് ഒക്കെ അതൊക്കെ 3 ലക്ഷത്തി സംതിങ്. അതിന് മുന്നേ ന്യൂ ബിഗിനിങ് 3 ആഴ്ച മുന്നേറ്റ് 7 ലക്ഷം. അത്രയും വ്യൂഷിപ്പ് ഉണ്ടായിരുന്ന പേളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ 1 ലാക്ക് പോലും അടിക്കാത്ത ലെവലിലോട്ട് മാറി. അത് മാറ്റിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേളി തന്നെയാണ്. അവൾ തന്നെ എക്സ്പോസ് ആയി എന്ന് പറയേണ്ടി വരും. തനി ഗുണങ്ങൾ നാട്ടുകാർ അറിഞ്ഞു. പിന്നെ പണ്ട് നമ്മുടെ രഞ്ജിനി ഹരിദാസൊക്കെ പേളി മാണിയെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബിഗ് ബോസ് അവരുടെ സീസണൊക്കെ കഴിഞ്ഞ സമയത്ത് അന്ന് എല്ലാവരും രഞ്ജിനിയെ കല്ലെറിഞ്ഞു, പേളി ഈസ് ഗുഡ്. പക്ഷെ അന്ന് രഞ്ജിനി പറഞ്ഞത് ഇപ്പോൾ സത്യമാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞ് മാറ്റി പറയുകയാണ്. ഇതാണ് കാലം കർമ്മ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ രഞ്ജിനി അങ്ങ് അവിടെ പ്രൊട്ടസ്റ്റിന് അവിടെ പോയിട്ട് അവരെ കൂടെ നിന്ന് അവരെ സപ്പോർട്ടൊക്കെ ചെയ്തപ്പോൾ രഞ്ജിനിക്ക് ഫോളോവേഴ്സൊക്കെ കുത്തനെ ഇടിച്ച് കയറി ആരൊക്കെ സപ്പോർട്ടായി. പക്ഷെ അതേ സമയത്ത് ഇവിടെ ഇരുന്നു കൊണ്ട് പേളി നമുക്കെന്തിനാ യുദ്ധം, നമുക്കെന്തിനാ അടി വഴക്ക്, നമുക്ക് അതെല്ലാം മാറ്റി സമാധാനത്തിൻ്റെ പാതയിലെത്തി എല്ലാവരും വീട്ടിൽ പോയി. ഒറ്റ പറച്ചിൽ നന്മമരം കളിച്ചതാണ്. പക്ഷെ മൂഞ്ചി പേളി വിചാരിച്ച് ഞാൻ നന്മയുള്ള മനസ്സിനുടമയാണ്, നാട്ടുകാർ തെറ്റിദ്ധരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് അവിടെ പേളിക്ക് തെറ്റി. നാട്ടുകാരെല്ലാം പൂരത്തെരുള്ളി പൊങ്കാലിട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്ത് വിട്ട് അവസാനം മാറിയിരുന്ന മോങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. എൻ്റെ പൊന്ന് ശ്രീനിഷേട്ടാ, നിങ്ങൾ കൈവിട്ടോന്ന് നിങ്ങളെയും കാണാനൊന്നുമില്ല. എല്ലാവരും കൈവിട്ടിപ്പോൾ എയറിലാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയി, സോളോ ട്രിപ്പ് പോയത് തന്നെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല പേളി ഈ സോളോ ട്രിപ്പ് മറക്കും. നമ്മാതിരി സോളോ അടിച്ച്
ഒറ്റയ്ക്ക് മൂഞ്ചി അവസ്ഥയായിപ്പോയി. സത്യമുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. എന്തായാലും രഞ്ജിന് വർഷങ്ങൾക്ക് മുന്നേ ബിഗ് ബോസിൻ്റെ ആ സമയത്ത് പറഞ്ഞ ആ കാര്യങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിന് പറഞ്ഞത് കറക്റ്റാണെന്ന് ഇന്ന് കാലം തെളിയിക്കുന്ന രീതിയിലാണ് സംസാരങ്ങൾ മാറി മറിഞ്ഞ് മൺമറഞ്ഞ് മാറിയൊക്കെ വന്നത്. എന്തായാലും രഞ്ജിന് അന്ന് പറഞ്ഞത് കേൾക്കാം. ഷമീം, ബിഗ് ബോസ് വിന്നർ പേർലി. If that പേർലിനെയാണ് മോൾക്ക് ഇഷ്ടമെങ്കിൽ then let it be. That's your wish and that's your favorite contestant. You are just amazing. Thank you, Dream. I love you. Onsley, you know me. Preetu, hi. JP Calcutta. പേർലി മാനിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജഗൻദാസ്. പേർലി മാനിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വീട്ടിൽ പുറത്ത് എനിക്ക് കുറച്ച് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയായിരുന്നു ബാക്കിയുള്ളവരിൽ വെച്ച്. പക്ഷെ എനിക്ക് പുറത്തറിയാവുന്ന കുട്ടിയെ ഞാൻ വീട്ടിൽ കണ്ടില്ല. വീട്ടിൽ വേറെ വേറെ ആളായിരുന്നു. പേർലി എന്ന് പറഞ്ഞൊരു സോ കോൾഡ് മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെയാണ്. ആൾക്കാരെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെയാണ് എനിക്കറിയാവുന്നത്. ബിക്കോസ് അങ്ങനെയാണല്ലോ പേർലി പറയുന്നത്. നമ്മൾ ഈ ഡീഫ ഡാൻസിലൊക്കെ ഭയങ്കര ചിരിച്ച് കളിച്ച് എല്ലാവരും എൻകറേജ് ചെയ്ത് എന്റർടൈൻ ചെയ്ത് നടക്കുന്ന ഒരു കുട്ടി. പക്ഷെ വീട്ടിൽ വന്നപ്പം പേർലിനെ കാണുമ്പോൾ ഫുൾ ടൈം കരച്ചില്, മമ്മി എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ആൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അപ്പം ഇത്രയും ഇമോഷണലി വീക്കായ ഒരു കുട്ടിയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പം ആരു ശ്രീനീഷും ആയിട്ടുള്ള ഒരു അഫെയർ എന്ന് പറഞ്ഞൊരു സാധനം അതിൽ അലേട്ടനെ മുന്നിൽ പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞത്. അത് എനിക്ക് കുറച്ച് കോമഡി ആയി തോന്നി. ബിക്കോസ് ആ ഒരു വീട്ടിൽ പ്രണയിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് നോട്ട് ഈസി. ബിക്കോസ് ക്ലോസ് ഡോറിൽ നമ്മുടെ കുടുംബം, നമുക്ക് ലവ് എന്ന് പറഞ്ഞൊരു കാര്യം, ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇമോഷൻസും യൂസ്ഡ് അല്ല. എസ്പെഷ്യലി ലവ്, ഇപ്പം അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം, നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുള്ള സ്നേഹം, അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ വീട്ടിൽ. അവിടെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അപ്പം നാച്ചുറലി ആ ഒരു ബിൽട്ടപ്പ് ഇമോഷൻസ് അവിടെയുള്ള ആരുടെയെങ്കിലും മോമയത്തിൽ നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്യായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു വലിയ തീരുമാനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എടുക്കണം. സോ ഐ ഫൗണ്ട് ദാറ്റ് വെരി ഇമ്മച്യോറിറ്റി എന്ന് എനിക്ക് തോന്നി. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പേർലി എന്ന് പറഞ്ഞൊരാളുടെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. അത് അവളുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അവൾ തന്നെ പറഞ്ഞല്ലോ അവൾക്ക് കുറെ മുഖങ്ങൾ ഉണ്ടെന്ന്. എനിക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ പുറത്ത് കണ്ട ആളല്ല അവർക്ക് കണ്ടത്. സോ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് നോ ഹു ഷീ ഈസ്. എനിക്ക് ആ വീട്ടിനകത്ത് കാണുന്ന പേർലി മാനിയെ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തുള്ള ആളായിട്ട് ഐ ഹാവ് നോ പ്രോബ്ലം. പുറത്ത് വരുമ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, പേളിക്ക് പല മുഖങ്ങളുണ്ടെന്നാണ് രഞ്ജിനി അന്ന് പറഞ്ഞു വെച്ചത്. അന്ന് രഞ്ജിനി ഇത് പറഞ്ഞപ്പോൾ രഞ്ജിനി നാട്ടുകാർ പറഞ്ഞ ഞാൻ കാണിച്ചു തരാം. രഞ്ജിനി ഈസ് ട്രൈങ് ടു ഡാമേജ് പേളി ഹേറ്റ് യു. രഞ്ജിനി വായിക്കാം. ഇത് കണ്ട് കളയരുത്. ഫൈനൽ എത്താൻ പറ്റാത്ത ഒരാളുടെ ദുഃഖമാണ്. As Pearly has made not comments about you till now, inspired of you trying to give a bad image in the public. It truly shows the roots you have and the roots she has. Nothing else to say. എന്തൊരു ജന്മമാണ്. കുശുമ്പൊട്ടുമില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും രഞ്ജിനിയാന്ന് കുറ്റം പറഞ്ഞു. ഇപ്പം പറയണ രഞ്ജിനി പറഞ്ഞെല്ലാം കറക്റ്റാണെന്ന്. നാട്ടുകാർക്ക് തന്നെ ഒരു ഉറപ്പില്ല. അങ്ങനെ ഉറപ്പ് മാറി 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 ഇപ്പോൾ പേളി കറക്റ്റായിട്ട് ഏറിപ്പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മെറീന മൈക്കിൾ അന്നത്തെ ആ ഒരു വിഷയത്തിൽ മെറീന എല്ലാവരും എടുത്തിട്ട് ഉരുട്ടി വിട്ടെന്ന് പേളിക്കായിരുന്നു സപ്പോർട്ട്. ഓക്കെ, ഇപ്പം അതും തിരിഞ്ഞ് മെറീനയ്ക്ക് സപ്പോർട്ട്. എന്തോന്നടേ, ഏതെങ്കിലും ഒന്നിലൊക്കെ ആരെങ്കിലും കുറച്ചില്ല. എന്തായാലും കുഴപ്പമില്ല. പേളി അവിടെ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോയി ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കുകയാണ്. ആരും ആശ്വസിപ്പിക്കാൻ പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് സോളോ ട്രിപ്പ് പിടിച്ച് ഒറ്റയ്ക്ക് അവിടെ കിടന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയ ഫുള്ള് ഡൗൺ ആയി. ഇടുന്ന വീഡിയോസിന് വ്യൂസ് ഇല്ലാത്ത ലെവലിലോട്ട് മാറി. ആ ലെവലിലോട്ട് അത്രയും അതപ്പതിച്ചു പോയെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് ആ സോളോ ട്രിപ്പിൽ പേളി ഇട്ടിട്ടുള്ള ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാൻ അത്യാവശ്യം ഇമോഷണലിയാണ്. അതെനിക്ക് തോന്നുന്നു അവിടെ നിൽക്കുന്ന ഇമോഷൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഏറിപ്പോയിൻ്റെ ഇമോഷൻ കിടന്ന് കരയുവാണെന്ന് തോന്നുന്നു. എന്തായാലും കാണാം. Alone feels good. I'm also missing Nila and Nithara, but it feels good to be alone because I want to see this vlog after a lot of years and I want to think I did it. If anyone says solo trip, yeah, go to the that's another reason why I'm here and I'm so proud of myself. I'm so proud of it. And I would encourage if anyone's doubtful. പോണോ വേണ്ടേ സോളോ ട്രിപ്പ് പഠിക്കണോ എന്നൊക്കെ ആലോചിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ചേർത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും, സത്യം പറയാലോ. എനിക്ക് നല്ല പേടി ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. I'm so happy. I'm so happy. I think ഈ വ്യൂ ആണ് എന്നെ ഇത്ര ഇമോഷണൽ ആക്കിയിരിക്കണെന്ന് തോന്നുന്നു എനിക്ക്. More than anything. It's so beautiful, this place. So yeah, solo trip padichu, and a big thanks to Fortune Tours. I don't know why I'm crying. Big thanks to Fortune.
And Srini for trusting me and making sure that I did it. Airportൽ വിടാൻ വന്നപ്പോഴും I was thinking, കൊണ്ട് പറ്റോ നെലൂനെ എല്ലാത്തിനും വീഡിയോ കോൾ ചെയ്യുമ്പം so like a bad mother. അപ്പൊ ശ്രീനി പറഞ്ഞു they'll be proud of you when they watch this. I think കുറെ ദിവസമായിട്ട് ഞാൻ അപ്സെറ്റ് ആയിരുന്നു. ഇപ്പഴാണെങ്കിൽ ഇന്ന് ശ്വാസം വീണത്. തിരിച്ചു പോണത് ആൾക്കാർ കാണാണ്ടിരിക്കാൻ മാറി നിൽക്കാതെ. He's crazy, dude. That's my mind voice. Anyway, if you ever plan on doing something crazy, you just have one life. Just do it. You don't have a lot of lives, right? You just have one life. At least ഒരു solo. ഇനിയിപ്പോ solo ആയിരിക്കില്ല. There must be something that you're scared to do. പക്ഷെ അത് ചെയ്താൽ ചത്തൊന്നും പോകാത്ത കാര്യമാണെങ്കിൽ just do it. ഞാനിവിടെ വന്നിട്ട് പഠിച്ചൊരു കാര്യം, ഐ എം ടോക്കിംഗ് ടു എവ്രി വൺ. എവിടെ പോയാലും എല്ലാവരോടും ഞാൻ സംസാരിക്കുകയാണ്. ഇറ്റ്സ് ഓൾസോ മേക്കിംഗ് മീ ഫീൽ ഹാപ്പി. ലൈക്ക് ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീല്. അവര് 5 മിനിറ്റ് എന്നോട് ഉണ്ടാവുള്ളൂ, അതൊക്കെ അവരുടെ പാട്ടിനും. പക്ഷെ ഐ എം ആസ്കിങ് എവരി വൺ ഫോർ ഹെൽപ്പ്. ചമ്മലില്ലാണ്ട്, ആ ചമ്മൽ വേണ്ട. you don't need that ചമ്മൽ. സന്തോഷായി കരഞ്ഞപ്പോ, സന്തോഷം. കുറെ നേരമായിട്ട് ഒരു ഇമോഷൻ ആയിരുന്നു, മാർക്കറ്റി. കരയിലടി പൊന്നെ, ഉള്ള കാര്യം പറയാം. കരച്ചിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതും നിന്റെ അഭിനയമാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കങ്ങനെ തോന്നും. ഓക്കെ, കാരണം ഇതിപ്പോൾ പേളി നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് കരച്ചിലൊക്കെ കരഞ്ഞ് കാണിക്കുമ്പോൾ നാട്ടുകാരുടെ സഹതാപം കിട്ടി. അയ്യോ പോട്ടടി മോളെ, നീ നിനക്ക് പറ്റിയതെല്ലാം പറ്റി, പോട്ടടി മോളെ എന്ന് പറഞ്ഞ് തിരിച്ചെല്ലാവരും വരും എന്ന് വിചാരിച്ചാണോ ഈ കരയുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ചിലപ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോയതിൻ്റെ ഒരു സോളോ ട്രിപ്പ് അടിച്ചതിൻ്റെ ഒരു ഇമോഷനും ആയിരിക്കാം, വീട്ടുകാരെ കാണാൻ പറ്റാത്തതിൻ്റെ ആയിരിക്കാം, മേ ബി, അറിയത്തില്ല. പക്ഷേ ഇത് കാണുമ്പോഴേ എനിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്, ഇത് ഇവളുടെ നാടകമാണോ തോന്നും. കാരണം അമ്മാതിരി അല്ലേ പണി വെച്ചെടുക്കേ, സ്വാഭാവികം. ഇനി കുറച്ച് നാൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇതൊക്കെ മാറാൻ കുറച്ച് ടൈം എടുക്കും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ കയറി വന്നേക്കാം. എന്തായാലും അങ്ങനെ ഒരു കാലം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, വെയിറ്റ് ചെയ്യാം. അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് പറയാനാണ്. ഇനി അതുപോലെ തന്നെ അന്ന് മറ്റേ മറീന മൈക്കിളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആലപ്പി അഷ്റഫ് അന്ന് പേളിയെ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലേ. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അങ്ങേര് വരെ കൈമലത്തി. അങ്ങേര് എടുത്തിട്ട് കുടയുന്ന പോലെ അടിച്ചണ്ണാക്കി തന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങേരും കൈമലത്തി. ആരുമില്ല ഇപ്പോൾ പേളിക്ക്. ശ്രീനീഷ് പോലും സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ പോലും ഇടുന്നത് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും ആലപ്പി അഷ്റഫ് ഏട്ടാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളല്ല ഇന്ന് പറയുന്ന കാര്യങ്ങൾ. എന്തായാലും അന്ന് അദ്ദേഹം പറഞ്ഞത്, അന്ന് പേളിക്ക് സപ്പോർട്ടായിട്ട് നിന്നു. പ്രത്യേകിച്ച് ആ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഏതോ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന എന്തോ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷനുമായിട്ട് മെറീന മൈക്കിൾ വന്നപ്പോൾ വരാൻ വേണ്ടിയിരുന്നു. അപ്പോൾ മറ്റേ ആ പരിപാടി ഹോസ്റ്റ് ചെയ്യേണ്ട പേളി ആയിരുന്നു. അങ്ങനെ മെറീന മൈക്കിളാണ് ഗസ്റ്റ് എന്ന് അറിഞ്ഞപ്പോൾ പേളി വിസമ്മതിച്ചു. കാരണം അവർക്ക് അത്രയും ഒരു പബ്ലിക് ഫിഗർ ആ ഒരു സാധനം ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളെക്കാളും ചെറുതല്ലേ എന്നുള്ളൊരു തോന്നൽ വെച്ചിട്ടായിരിക്കണം മേ ബി അന്ന് മെറീനെ ഉള്ള ആ പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ വരാത്ത. അതിനെ തുടർന്ന് മെറീന എന്ന പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് സത്യം പറഞ്ഞാൽ പേളിക്കായിരുന്നു കൂടുതൽ സപ്പോർട്ട് അല്ലേ. എന്നാൽ ഇന്നത് തിരിഞ്ഞ് അന്ന് മെറീനയായിരുന്നു ശരിയെന്നുള്ള രീതിയിൽ തിരിഞ്ഞു മറിഞ്ഞു. സ്വാഭാവികം. എന്തായാലും ഉള്ളിലിരിപ്പൊക്കെ നാട്ടുകാർക്ക് അത്യാവശ്യം മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ആലപ്പി അഷ്റഫേട്ട ഇപ്പൊ പറഞ്ഞത് കേൾക്കാം. ഒറ്റയടിക്ക് 3-4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പേളിയെ വെറുത്തുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കി. താങ്കൾ അത്ര വലിയ ഒരു കലാകാരിയോ ഒരു മഹാസംഭവമോ ഒന്നുമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. താങ്കൾ പറയുന്ന കോമാളിത്തരങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ട് ചിലർ നൽകിയ പിന്തുണയാണ് നിങ്ങളുടെ അംഗീകാരം. നിങ്ങൾ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയപ്പോൾ നിങ്ങൾ കാഴ്ചവെച്ച നിഷ്കളങ്കതയും പെർഫോമൻസും ഒക്കെ കണ്ട് എനിക്കും നിങ്ങളോട് ഇഷ്ടം തോന്നിയിരുന്നു. അതുകൊണ്ട് മെറീന വിഷയം വന്നപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പേളിക്ക് അനുകൂലമായി ഒരു എപ്പിസോഡും ഞാൻ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു പേളിയെക്കുറിച്ച് രഞ്ജിനി ഹരിദാസ് അന്ന് പറഞ്ഞതാണ് ശരിയെന്ന്. അവരാദ്യം മുതലേ പറയുന്നുണ്ട്, കാര്യസാധ്യത്തിനായി നിലപാടുകളിൽ ചാഞ്ചാട്ടം വരുത്തുന്നവരാണ് നിങ്ങൾ, ഫേക്ക് പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേതെന്ന്. ഡൽഹിയിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളോട്, യുവാക്കളോട് വെറുതെ അടികൊള്ളാതെ സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞത് നിങ്ങളുടെ അജ്ഞത മൂലം പറഞ്ഞു പോയതാണെന്ന് ആറാട്ടണ്ണൻ പോലും പറയുന്നുണ്ട്. ആറാട്ടണ്ണൻ പറഞ്ഞത് കഷ്ടിച്ച് 10ാം ക്ലാസ് പാസ്സായ പേളി മാണിക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചും നീറ്റ് പരീക്ഷയെക്കുറിച്ചും എന്തറിയാമെന്നാണ്. വിവരക്കേടും ബുദ്ധിയില്ലായ്മയും ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ഇത്തരം ഗൗരവകരമായ വിഷയങ്ങളിൽ വാ അടച്ചിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു. പണ്ട് പേളി മാണി ഒതുക്കി മൂലയിലിരുത്തിയ മെറീന മൈക്കലിന് ഓർമ്മയുണ്ടോ? അവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്.
അവരെ കേൾക്കാൻ നിങ്ങളോടൊപ്പം നിന്ന് അവരെ കല്ലെറിഞ്ഞവരും അവരോടൊപ്പമുണ്ട്. അവരായിരുന്നു ശരിയെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചു. പേളിയുടെ മുഖഛായയും നിറവും മുടിയുടെ സാദൃശ്യവുമൊക്കെ അവർക്ക് വന്നുപോയി എന്ന കാരണത്താൽ ഒരു ചാനലിലെ അഭിമുഖത്തിനായി വിളിച്ചു വരുത്തിയതിനു ശേഷം അവരെ ഇന്റർവ്യൂ ചെയ്യാതെ നിങ്ങൾ അവിടെ നിന്നും കടന്നു കളഞ്ഞില്ലേ? അന്ന് നിങ്ങൾ പറഞ്ഞ കള്ളത്തരങ്ങൾ വിശ്വസിച്ചവർ അവരെ കടുത്ത സൈബർ ആക്രമണത്തിന് വിധേയയാക്കി. അവരുടെ നിസ്സഹായാവസ്ഥ തുറന്നു പറയാൻ പോലും അനുവദിച്ചില്ല. ഇന്ന് സത്യങ്ങൾ മറ നീക്കി പുറത്തു വന്നു. ഇന്നവർ അജയ്യയായി ജനമധ്യത്തിൽ വന്ന് സംസാരിക്കുന്നു. അവരെ കേൾക്കാൻ ചെവികൾ ഉണ്ടായിരിക്കുന്നു. മെറീന പറയുന്നു, കർമ്മ എന്നൊന്നുണ്ട്, അത് ബൂമറാങ് പോലെ തിരികെ എത്തിയിരിക്കുന്നു എന്ന്. പേളിയുടെ കാര്യമെടുത്താൽ പൂന്താനത്തിന്റെ വരികൾക്ക് വലിയ പ്രസക്തിയുണ്ട്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അണ്ണാക്കിലൊട്ടിയിരിക്കുമ്പോൾ അണ്ണാക്കിൽ ഒട്ടിയില്ലെന്ന് നടിക്കാൻ വേണ്ടി കാണിക്കുന്ന സമയത്ത് വീണ്ടും അണ്ണാക്കിന്റെ ഉള്ളിൽ ഒട്ടിയിരിക്കുന്നതും ഭവാൻ. ഓക്കെ, ഇത് വേറെ എവിടെയില്ല, എന്റെ ചൊല്ല ഇരിക്കട്ടെ. അപ്പൊ ഇതാണ് അവസ്ഥ. അന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരടക്കം ഇന്ന് മെറീനയുടെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞ് മെറീനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. പേളിമൂഞ്ചി എന്ന് തന്നെ പറയേണ്ടി വരും, വേറെ കൂടുതലൊന്നുമില്ല, പേളിമൂഞ്ചി. ഓക്കെ, ഇനി കയറ്റി ഒരു പഴയൊരു കയറി വരവ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കുറേ വർഷം കൊണ്ട് കാശൊക്കെ ഉണ്ടാക്കിയില്ലേ, സെറ്റിലാവാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചാണല്ലോ. കുറച്ച് റെസ്റ്റ് എടുക്കുക, അല്ലാണ്ട് എന്ത് പറയാ, കുറച്ച് കിടന്ന് മെഴുകുക. ചിലപ്പോൾ ഇനി വേറെ ഏതെങ്കിലും കോൺട്രവേഴ്സിയിൽ വന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒരു ഫേക്ക് നാടകം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മൃണാളെണ്ണം പോയിട്ട് ചാരിറ്റി ചെയ്യുന്ന പോലത്തെ വല്ല പരിപാടിയൊക്കെ ചെയ്ത് ചിലപ്പോൾ കയറി വരാൻ പറ്റി. അല്ലാണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രൈ ചെയ്ത് നോക്കും, 2 ചാരിറ്റി ചെയ്ത് നോക്കും. മേ ബി 2 ചാരിറ്റി ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഞാൻ കാണുന്നുണ്ട്. മിക്കവാറും 2 ചാരിറ്റി കാണാം എവിടെ കൂടിയെങ്കിലും ഒക്കെ. വെയിറ്റ് ആൻഡ് വാച്ച്. എന്തായാലും 2 ചാരിറ്റി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ വെളുപ്പിക്കാൻ ഇറങ്ങിയാണ് നമ്മുടെ മൃണാളെണ്ണനെ പോലെയായിരുന്നു. എന്തായാലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്വയം ഒന്ന് വീണ്ടും ലൈം ലൈറ്റിൽ വന്നിട്ട് നാട്ടുകാരുടെ സപ്പോർട്ട് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, അയ്യോ പേളി ചേച്ചി പാവമായിരുന്നു എന്ന് ഉള്ള സെറ്റപ്പിലാവാൻ വേണ്ടിയിട്ട് പലതും കളിക്കും. കാരണം ഇപ്പം നിൽക്കളിയില്ല, മൂഞ്ചി ഇരിക്കുകയാണ്. അവിയൽ മൂഞ്ചി, മണ്ണെണ്ണയും മൂഞ്ചി, അരി മൂഞ്ചി, മണ്ണെണ്ണയും മൂഞ്ചി. ഏതായാലും മൂഞ്ചി. ഇത്രയാണ്. എന്തായാലും മെറീന ഇപ്പം മീഡിയാസിന് കൊടുത്തിട്ടുള്ള കുറച്ച് ബൈറ്റുകളുള്ള കുറച്ച് കാര്യം ഒന്ന് കേൾക്കാം. ഒരു പേളിമാണി പറഞ്ഞതിന് ചേച്ചി ഒരു കമന്റ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തത് വേറെ രീതിയിൽ വൈറലായി. അപ്പോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ആക്ച്വലി എനിക്ക് ഉണ്ടായ ഒരു സംഭവം അഡ്രസ് ചെയ്തതാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാനൊരു 2021-22 സമയത്ത് ഞാനിത് പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ ആരെയും ഹേർട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമില്ല. ഞാൻ മാക്സിമം സമാധാനം പിടിച്ച് പോകുന്ന ഒരു വ്യക്തി. അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ആ വ്യക്തിയോട് ഒരു വിരോധവും പേഴ്സണലി ഇല്ല. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ ഫീൽഡ് അഡ്രസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുടക്കേണ്ട ഒരു സമയം വരും. ഐ മീൻ എന്തായാലും നമ്മൾ മീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് അൺകംഫർട്ടബിൾ ആവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോഴും കുഴപ്പമില്ല. പക്ഷെ വാട്ട് ഐം ടെലിംഗ് ഇസ്, ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു വിഷയം അത് എന്റെ ഡിഗ്നിറ്റീനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ ഡിഗ്നിറ്റീനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അന്ന് ഞാനത് പറഞ്ഞപ്പോ എനിക്ക് ഉണ്ടായിരുന്ന സൈബർ ബുള്ളി അതെനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ടു. കാരണം ഓരോ 5 സെക്കൻഡ് എന്ന് പറയാം, അത്രയും എനിക്കിങ്ങനെ വൃത്തിയായിട്ട കമന്റ്സും മെസ്സേജുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ത്രൂ ഔട്ട് ഇയർ ഐ മീൻ എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ 2 months 1 month എങ്ങാണ്ടുമാണ് ആ ഒരു പാകിസ്ഥാൻ ഇഷ്യൂ കൂടെ വന്നത്. അപ്പം അതും ഭയങ്കരമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. പാകിസ്ഥാൻ വിഷയത്തിനെ പറ്റി പറയില്ല മെറീന, അതിനെ പറ്റി പറയുകയാണെങ്കിൽ നിന്നെ പറ്റി 10 പറയേണ്ടി വരും. അതെന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കല്ലേ. യുദ്ധത്തിന്റെ സമയത്ത് കൊണ എന്ന് പറഞ്ഞ അന്നത്തെ നിന്റെ പറച്ചിലായിട്ട് നിന്നെ ചെവരി പിടിച്ചുറയ്ക്കാൻ തോന്നും. സത്യം. ഒന്നുകിൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വരണം. ഇത് ഒരു തേങ്ങ അറിയത്തില്ല. ആരോ എവിടെ റോക്കറ്റ് വിട്ടു, ഈ ഒരു മൂഡിലാണ് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയതാന്ന് വായി തോന്നിയത്. ഓക്കെ, അതിൽ നീ ന്യായീകരിക്കരുത്. പേളിയുടെ കേസ് ഓക്കെ, മറ്റത് നീ ന്യായീകരിക്കരുത്. മിണ്ടരുത്. വാ തുറന്ന് അണ്ണാക്കിൽ പടക്കം വച്ചുകൊണ്ടിരിക്കും. സത്യം. ആ കേസിൽ യുദ്ധത്തിന്റെ കേസിൽ മിണ്ടുള്ള ഒരു യോഗ്യത നിനക്കില്ല. ചുപ്രകോ ഇഷ്യൂല് തന്നെ ഞാനൊന്ന് സംസാരിക്കുമ്പോൾ ആരും കേൾക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ ആളുകൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു അവസ്ഥ വളരെ മോശമാണ്. ഇന്നിപ്പം ഒരു റൈറ്റ് മൊമെന്റിൽ എനിക്ക് തോന്നി ഞാൻ പറയുന്ന പോയിന്റ് ആളുകൾ കേൾക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ ടോപ്പിക്ക് ഞാൻ ഒന്ന് റീ അഡ്രസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു രീതിയിലും സംസാരിക്കില്ല. അപ്പൊ ഇന്ന് ആളുകൾ കേട്ടു, ഇന്ന് ആളുകൾ കേൾക്കാൻ തയ്യാറാണ്. ആൻഡ് എല്ലാവർക്കും മനസ്സിലാവണം. കാരണം നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ പേഴ്സണൽ അറ്റാക്ക് അല്ല ചെയ്യേണ്ടത്. ഇപ്പം ഉണ്ടായിരിക്കുന്ന ഇൻസിഡൻസ് എല്ലാം ഒരു പേഴ്സണൽ അറ്റാക്കിംഗ് മോഡിലാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇനി വേറൊരു ആളുകളിലേക്കും അത് എഫക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് സംസാരിച്ചത്. മനസ്സിലാവുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യം എനിക്കും എന്റെ വീട്ടുകാർ, എന്റെ ചുറ്റിപ്പറ്റിയുള്ള വളരെ കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഈ സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും പബ്ലിക്കലി വന്ന് നമ്മളെ
സപ്പോർട്ട് ചെയ്യാൻ മടിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്കും കൂടെ അറ്റാക്ക് പോവാണ്. അപ്പം ആ ഒരു സമയം ഭയങ്കര മോശം സമയമായിരുന്നു. സോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരോടും പേഴ്സണൽ പ്രശ്നങ്ങളില്ല. ആരോടും പേഴ്സണലി പ്രശ്നമൊന്നും വേണ്ട. അത് തന്നെയാണ് നല്ലത്. നല്ലതായിട്ടൊക്കെ മുന്നോട്ട് എല്ലാവരും പോട്ടെ. ഞാനൊരു കാര്യം പറയാം പേളി, നിന്റെ ഒരു തിരിച്ചുവരവ് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. അത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമില്ല. പിന്നെ നീ നശിച്ചു പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാണിച്ചു കൂട്ടിയതിനും നിന്റെ ഉള്ളിലിരിപ്പും നാട്ടുകാരറിയണം. കാരണം നീ കാരണം മെറീനയൊക്കെ അന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ള സൈബർ ബുള്ളിന് കണക്കില്ല. അപ്പം നീ അറിയണം അതിൻ്റെ വേദന എന്താണ്, അതിൻ്റെ സുഖം എന്താണ് എന്ന് നീ അറിയണം. ഇന്ന് നീ എങ്കിൽ നാളെ ഞാൻ, അത് വിശ്വസിക്കുന്നവനാണ് ഞാനും. ഇത്രയും പേരെ എടുത്തിട്ട് അലക്ക് ഞാൻ ഒരു ദിവസം കയറിപ്പോവും. അതെനിക്കും അറിയാം. അത് എന്ത് കേസിലായി അത് കേസിലാണെന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞൂടാ. ഏതെങ്കിലും ഒരു കേസിൽ ജാഡ് കയറിപ്പോവും. അന്ന് ഞാൻ ഇതുപോലെയൊക്കെ പാറി പറന്ന് വരും. ചിലപ്പോൾ ആയെന്ന് വിളിച്ചു പറഞ്ഞാൽ വല്ല മണ്ടത്തരമായിരിക്കും ഞാൻ കയറിപ്പോകുന്നത്. എന്തുവാകും ഏതോ പേളി ഏറിപ്പോയതുപോലെയൊക്കെ ആവാം. അപ്പം നമുക്ക് നോക്കാം. എല്ലാവരും ഒരു ദിവസം കൂടാ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാശുണ്ടാക്കാൻ വേണ്ടി വന്ന് ഇവിടെ ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ ഏറിപ്പോയിരിക്കും. പോകാത്ത ആരും ഈ ഉലകത്തിലില്ലടാ. ഞാനും ഇടയ്ക്ക് പോയിട്ടുണ്ട്. പണ്ട് വേറൊരുത്തൻ എന്നെ അന്ന് തെറി വിളിച്ച് ഏറി കയറ്റി. അതൊക്കെ ഒരു കാലം. ഞാൻ എന്തിരിച്ച് വിളിച്ച് എന്നാലും ഞാൻ പോയി ഏറി. അതുകൊണ്ട് ഏറിലൊക്കെ പോകും. പക്ഷെ അതുപോലെ നല്ലടേ, അതിനൊക്കെ ഒരു തിരിച്ചുവരവുണ്ട്. ഇതൊരുമാതിരി മറ്റേ അടുത്ത പോക്കായിപ്പോയി. എന്തായാലും നീ എന്താണെന്ന് എക്സ്പോസ് ആയി നാട്ടുകാർ അറിഞ്ഞു, അതേ ഉള്ളൂ. ഇനി നശിച്ചു പോകാതെ തിരിച്ചു വരട്ടെ, കയറി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കയറി പോയാലേ നമുക്ക് വല്ല കണ്ടന്റ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വല്ല കണ്ടന്റും ചെയ്യണ്ടേ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.